കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ വിലക്കി KPCC നേതൃത്വം. നേതാക്കളും പ്രവർത്തകരും പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാകും വിധം പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. കോൺഗ്രസിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചർച്ചകൾ മുസ്ലിം ലീഗ് നേതൃത്വം തള്ളി. വിവാദങ്ങളിൽ പരോക്ഷ പ്രതികരണവുമായി പക്ഷേ രമേശ് ചെന്നിത്തല ഇന്ന് രംഗത്തു വന്നു. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ പാടില്ലെന്ന് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും നേതാക്കളുടെ പരസ്യപ്രസ്താവനകളും സമൂഹമാധ്യമങ്ങളിൽ നേതാക്കൾക്കായുള്ള പ്രചാരണങ്ങളും തുടരുകയാണ്. ചർച്ചകളിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ UDF ഘടകകക്ഷികൾ എതിർപ്പുയർത്തിയതോടെയാണ് KPCC നേതൃത്വത്തിന്റെ വിലക്ക്. പ്രസ്താവനകൾ അച്ചടക്കലംഘനമായി കണക്കാക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. സോഷ്യൽ മീഡിയ ചർച്ചകളിൽ പരോക്ഷ പ്രതികരണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. താൻ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീണ നേതാവല്ല എന്ന് രമേശ് ചെന്നിത്തല. ഒരു ദിവസം നമ്മൾ സുപ്രഭാതത്തിൽ പൊട്ടിവീണതൊന്നുമല്ല. നമ്മളൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലേക്ക് വന്ന നേതൃനിരകളാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ പഴയ തലമുറ എന്ന് പറയുന്നില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ജനവികാരം കണക്കിലെടുക്കണമെന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ അഭിപ്രായമുയർന്നു. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ കാര്യമാക്കുന്നില്ലെന്നും UDFന് കീഴ്വഴക്കമുണ്ടെന്നും PK കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. അത്തരം ചർച്ചകളൊക്കെ കേരളത്തിൽ ഉണ്ടാവും, അതങ്ങനെ നടക്കും. ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ കുറച്ച് ചർച്ച ചെയ്യുന്നതാണ്, കുറച്ച് നിങ്ങൾ ചോദിച്ചുണ്ടാക്കുന്നതാണ്, അതെല്ലാം കൂടിയാണത്. ഞങ്ങളതിൽ പങ്കെടുക്കേണ്ട എന്നാണ് തീരുമാനം. ഇതിനിടെ VD സതീശനെ അനുകൂലിച്ച് എറണാകുളം ആലുവയിൽ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. UDF ജയിക്കും, VD സതീശൻ നയിക്കും എന്ന തലക്കെട്ടോടെയാണ് ഫ്ലെക്സ് ബോർഡ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തും കണ്ണൂരിലും VD സതീശന് അനുകൂലമായി ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരുന്നു. കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകളുടെ ആയുസ് അടുത്ത മാസം 4 വരെ മാത്രമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എറണാകുളത്ത് മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗത്തും ഉയർന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇന്നലെ തന്നെ ഞാൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. ഇതിന്റെ എല്ലാ ആയുസ് 4-ാം തീയതി വരെയേ ഉള്ളൂ. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.